അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് ഹാദ്യ പഠിച്ച കോളേജിൽ ഒരു മീറ്റിംഗ് ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഹബീബ് ഉസ്താദായിരുന്നു അതിൽ കാര്യമായിട്ട് പ്രസംഗിച്ചത്. ഹബീബ് ഉസ്താദ് കുട്ടികളോടായിട്ട് പറയുകയാണ്: പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ കുട്ടികളെ, നമ്മുടെ ഇടയിൽ പഠിച്ച ഹാദ്യ എന്നു പേരുള്ള ആ ഒരു കുട്ടി, അതെ, അവൾ വിവാഹം കഴിഞ്ഞ് പോയി. പക്ഷേ അവളുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ ഒത്തുജീവിക്കാൻ കഴിയാത്തത് കാരണം അവൾ നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ വീണ്ടും എത്തിയിരുന്നു. ഒരു ദിവസം വന്നുവെങ്കിലും പിന്നീട് അവൾക്ക് ഒന്നും ക്ലാസ്സിലേക്ക് വരാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അതെ, അവളൊരു വിഷമഘട്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഞാനും വൈഫ് എൻ്റെ ഐഷവും കൂടെ അങ്ങോട്ട് പോയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവളുടെ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് പരിതാപകരമാണ്. അവളെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളെല്ലാവരും ദുആ ചെയ്യാതെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുവേ അവളെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ അവൾക്ക് കഴിയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും പ്രവൃത്തിയാണല്ലോ. അള്ളാഹുവിനോട് ആദ്യം പ്രാർത്ഥിക്കണം. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം അള്ളാഹുവിനോട് പറയണം. ഞാൻ നിങ്ങളോട് മോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു കാര്യമായിക്കോട്ടെ അതെ ആദ്യം പഠിച്ച റബ്ബിനോടൊന്ന് പറയുക നിങ്ങൾ. അതെ, അള്ളാഹുവെ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ, അള്ളാഹ് നിൻ്റെ തുണ വേണം, അത് നമ്മൾ പറയണം. എന്ന് വെച്ചാൽ എന്നാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെയധികം സപ്പോർട്ട് നൽകും. അങ്ങനെയാണല്ലോ അല്ലേ? എന്തൊരു കാര്യമാണെങ്കിലും പടച്ച റബ്ബിനോട് ആദ്യം ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയണം എന്താ? അള്ളാഹുവിനോട് പറയാം, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഇങ്ങനെ അവൾ ഒരു കുറച്ച് ടെൻഷനുള്ളൊരവസ്ഥയിലാണ്. അവൾക്ക് പഴയ രീതിയിൽ അവൾക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം നീ കൊടുക്കല്ല. അവളുടെ മനസ്സിലെ ടെൻഷനുകളെല്ലാം മാറ്റി നല്ല പുതിയ ജീവിതം തുടങ്ങുവാനുള്ള ഭാഗ്യം നീ കൊടുക്ക് അല്ലാഹ് എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അവളെ മാക്സിമം കോളേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവൾക്ക് ഫോൺ വിളിക്കുക, ഇനി വിളിച്ചേ കിട്ടില്ലേ പറ്റുന്നവരൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു പക്ഷേ കൂട്ടുകാരികൾ പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റവും ഒരു പക്ഷേ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും സഹോദരങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ടെൻഷനില്ലാതെ പറയുന്നൊരു ടീമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ, നമ്മുടെ കൂട്ടുകാരന്മാർ അല്ലേ. നമ്മൾ ഒരുപക്ഷെ വീട്ടിൽ പറയാൻ മടിയുള്ളതായിരിക്കും, ഉമ്മയോട് പറയാൻ മടിയില്ലായിരിക്കും, ഉപ്പയോട് എല്ലാവരോടും പറയാൻ മടിയുള്ളത് നമ്മളെ ഫ്രണ്ട്സുകളോട് പറയുമ്പോൾ എന്താ, അത് സാരമില്ല, പോട്ടെ, നമുക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് ആണോ അങ്ങനെയാണ് സാരമില്ല, നമുക്ക് എന്ത് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് തന്നെ കിട്ടുമ്പോൾ ഈ ഒരു കൂടെ പഠിച്ച കുട്ടികൾക്കായാലും ആർക്കൊക്കെ തന്നെയായാലും ഒരു പ്രചോദനമേകാനും അതൊരു ചാൻസാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം, പടച്ച റബ്ബിനോട്ട് ഹാദിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതെ, നമ്മുടെ കോളേജിൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനം നമുക്ക് അവൾക്ക് നൽകണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ കേട്ടോ, എല്ലാ കുട്ടികളും അതിന് സപ്പോർട്ടായിരുന്നു. അതെ, എല്ലാവരും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഉസ്താദെ തീർച്ചയായും ഞങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുവരും ജീവിതത്തിലേക്ക്. എന്നാൽ അന്ന് തന്നെയായിരുന്നു അവളെ നമ്മുടെ പ്രിയപ്പെട്ട സഫീർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവളെ കാണാൻ വന്ന ഡോക്ടറെ കണ്ടതുമെല്ലാം. എന്നാൽ ഡോക്ടർക്കും അവളുടെ കാര്യത്തിൽ അല്പം ടെൻഷനൊക്കെ തോന്നി. എന്നാൽ ഡോക്ടർ കുറേയൊക്കെ കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്തു. ഒരു മെഡിസിൻ്റെ ആവശ്യം പോലും ഇല്ല കുട്ടിക്ക്. കാരണം ഒരു രീതിയിലുള്ള അസുഖമുള്ളവളല്ല. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞു. അത് മെഡിസിൻ കഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് വരും. പക്ഷേ മെഡിസിൻ യൂസ് ചെയ്യാതെ നമ്മളെ ഈ ഇടപഴകലിലൂടെ ആളുകളുടെ ഇടയിൽ നല്ല രീതിയിൽ സംസാരത്തിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനൊക്കെ ഡോക്ടർ കൽപ്പിച്ചു. എന്തൊക്കെ തന്നെയാലും സഫീർ ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. വീട്ടുകാർക്കും സന്തോഷമായി. എന്നാൽ ഡോക്ടറുടെ റൂമിൽ നിന്ന് വന്ന ഹാദിയ കയറിയ പോലെയല്ലായിരുന്നു. അവൾ ശരിക്കും എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഉമ്മ, ഉപ്പ. അവളുടെ ആ വിളി കേട്ടപ്പോഴാണ് ഉമ്മാക്കും ഉപ്പക്കും സമാധാനമായി. എന്നാൽ സഫീറിനോടായിട്ട് പറഞ്ഞു, മോനെ സഫീർ,
മോനെ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എൻ്റെ കുട്ടിയെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നല്ലോ മോനെ. ഉമ്മ, അതെ, ഇത്താത്തി എൻ്റെ പെങ്ങളെ രീതിയിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു അനിയൻ എന്നുള്ള രീതിയിൽ എന്ത് കാര്യം, ആ സ്ഥാനത്തിൻ്റെ ഒരു മഹിമെങ്കിലും എനിക്കൊന്ന് കൊണ്ടു നടക്കാൻ എനിക്ക്. എന്നാൽ മോനെ, ഒന്ന് വരി, വീട്ടിലേക്ക് പോയിട്ട് ആ ഉമ്മ, നിങ്ങളെന്തായാലും നമ്മൾ ഒരുമിച്ചുള്ള വണ്ടി വന്നത്, ഞാനെന്തായാലും വീട്ടിലാക്കിയിട്ട് തരാട്ടോ നിങ്ങളെ. മോനെ, എന്നാലും വല്ലാത്തൊരു സന്തോഷം കേട്ടോ മോന് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തതിൽ. മോനെ, എൻ്റെ കുട്ടിയുടെ ഭാവി. ഉമ്മ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. അവൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സത്യം അത് ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും നിറവേറ്റാൻ നോക്കണം. അതിനു മുമ്പായിട്ട് ജസീറുമായുള്ള ഡൈവേഴ്സ് അത് ഉറപ്പായിട്ട് നടത്തണം. കാരണം അവൻ ഇനിയും അവളെ അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ അവൾ ഉപദ്രവിക്കും. അവൾ എന്തായാലും ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ഒരിക്കലും ജസീറിന് ഹാദിയെ സ്നേഹിക്കാൻ കഴിയില്ല ഉമ്മ, ഉപ്പ. ഞാൻ നിങ്ങളോട് പറയണേ, എൻ്റെ കാര്യം എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം നിങ്ങൾ ശരിയാണ്, വലിയൊരു കുടുംബമാണ്, തറവാടാണ്, അത്രയ്ക്ക് കേളി കേട്ട ആളുകളാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ മകളുടെ ജീവൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ഇനി പറഞ്ഞു വിടരുത്. സ്വത്തും പണവും പ്രതാപവും മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആളുകളെയും കുറച്ചൊക്കെ നോക്കണം. നമ്മൾ കുറച്ച് ഇല്ലാത്തവരാണെങ്കിലും പാവങ്ങളാണെങ്കിലും നല്ല ബന്ധങ്ങൾ വന്നാൽ, അതെ, നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവിടെ സമാധാനം ഉണ്ടാവും. ഒരുപാട് എല്ലാം നോക്കി കല്യാണം കഴിച്ചു കൊടുത്താൽ ഒന്നുമില്ല, അവർക്ക് സമാധാനം നഷ്ടപ്പെടും. കാരണം ജസീർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്താഗതി കാര്യങ്ങളൊക്കെ പല രീതിയിലാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു വിവാഹം കഴിഞ്ഞാൽ അവൻ നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാര്യമൊന്നും. അതെ, ജസീർ പറയാൻ വിചാരിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആ ദിവസം തന്നെ ആ പെണ്ണ് പുറത്തെ വരാന്തയിൽ ആ ബെഞ്ചിലിരുന്ന് കരഞ്ഞിരുന്ന ആ ഒരു രംഗമാണ്. അതെ, അതായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ ഉമ്മയും ഉപ്പയും അല്ലേ, അത് പറയാൻ വയ്യല്ലോ. എങ്കിലും പറയുകയാണ് അവൻ, ഉമ്മ, ഉപ്പ, ഇനി നിങ്ങൾ അങ്ങോട്ട് വിടണ്ട. ഒരു പക്ഷേ ഇനി അവർ തേടി വരും. ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അവൻക്ക് അവളെ. അതിൻ്റെ പിന്നിൽ പല പല ചരിത്രങ്ങളുണ്ട്. ദയവായി നിങ്ങൾ ഡൈവേഴ്സ് ആവശ്യപ്പെട്ടോളൂ. എന്നിട്ട് നിങ്ങളുടെ മകളെ എന്നാണ് അതിൻ്റെ ടൈം കഴിയുന്നത് അതിനനുസരിച്ച് അവൾ നിങ്ങൾക്ക് അനുയോജ്യനായ എത്രയോ ആളുകൾ ഇനിയും കിട്ടും. അതെ, അവളുടെ മനസ്സിൽ എന്തൊക്കെ ചെറിയ ആഗ്രഹങ്ങളുണ്ട്, അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അവൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എൻ്റെ ഭാഗത്തുനിന്നും സപ്പോർട്ടുണ്ടായിരിക്കും. യാത്രയിലുടനീളം അതൊക്കെയായിരുന്നു പറഞ്ഞത് അവൻ. അങ്ങനെ അറക്കിൽ തറവാട്ടിലെത്തി. ഉമ്മ, ഉപ്പ, എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം കേട്ടോ. മോനെ പോവല്ലേ, ഭക്ഷണം കഴിച്ചിട്ട്. അല്ല ഉമ്മ, ഞാൻ കഴിച്ചതാണല്ലോ ചായക്ക്, ഇനിയിപ്പോൾ ഒന്നും വേണ്ടായിട്ടാണ്. ഉമ്മ, ഉപ്പ, എന്നാൽ ശരി. എന്നാൽ ഹാദിയുടെ മുഖത്തേക്ക് അവൻ ഒരിക്കൽ കൂടി നോക്കി. ഹാദി, പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതെ, നാളെ മുതൽ ക്ലാസ്സിന് പോകാൻ വേണ്ടി നോക്കണ്ട. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. അതെ, ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ ഓക്കെ. പക്ഷേ അല്ലാതെ കാര്യമായിട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കുക. ഓക്കെ, എന്നാൽ ശരി കേട്ടോ ഉമ്മ, ഉപ്പ, എന്നാൽ ശരി, ഓക്കെ. സത്യം പറഞ്ഞാൽ അതാ സഫീർ വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഹാദിയുടെയും മനസ്സൊന്ന് പിടിച്ചു. പഠിച്ചോനെ, ഇത്രക്കും നല്ലൊരു ഇളയച്ചൻകുട്ടിനെ കിട്ടിയത് മോളെ എൻ്റെ ഭാഗ്യം തന്നെയാണ്. എന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മ, സത്യമായിട്ടും എനിക്ക് എന്തൊക്കെയോ ഒരു തലക്കൊരു ഭ്രാന്തായിരുന്നു. ഇപ്പം റെഡിയായില്ലേ മോളെ? ആ ഉമ്മ, കുറേ റെഡിയായി. ഓ, എനിക്ക് തലേന്നൊരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നുകയാണ്. ഉമ്മ, നാളെ ക്ലാസ്സിന് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷമായത്, സമാധാനമായത്. അതെ, അവളുടെ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം തീർന്നല്ലോ. ഇനി പെട്ടെന്ന് അത് ഡൈവേഴ്സ് അത് നടത്തണം. ഇനി ഒരിക്കലും കുട്ടി അങ്ങോട്ട് വിടരുത്. പെട്ടെന്നാണ് ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഓ, മോളാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ഹലോ ഉമ്മ, നിങ്ങൾ എവിടെ ഇരുന്നോ? ഫോൺ കൊണ്ടിട്ടില്ലേ? പുറത്ത് പോകുമ്പോൾ ഫോണൊക്കെ ഒന്ന് പിടിച്ചൂടമ്മ. ഞാൻ എത്ര വിളിച്ചു എന്നറിയോ?
ആ എന്താ പറയ് ഉമ്മാ. നിങ്ങളേ നാളെ തന്നെ ജസീറിൻ്റെ അടുത്ത് കണ്ട് പറഞ്ഞേച്ചോളൂ ഓളെ. ജസീർ നാളെ വരും. ഓള് എന്ത് കരുതിയിട്ടാണ് അവിടുന്ന് ഇട്ടെറിഞ്ഞ് പോന്നിക്കണത്? എൻ്റെ പൊന്നാര പെണ്ണേ, ഈ എന്തിന് പിന്നെ ഓളങ്ങോട്ട് പറഞ്ഞേക്കാൻ നിൽക്കണേ? ഉമ്മ, ഓളാണ് പെരും കള്ളത്തിയാണമ്മ. ഓൾക്കില്ലാത്ത ഇതില്ലല്ലോ. ജസീർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അളിയനോടാണ് പറഞ്ഞത് കാര്യങ്ങളൊക്കെ. ഓൾക്ക് വേറെന്തൊക്കെ ബന്ധമുണ്ട്, പല ബന്ധമുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഞാനായിട്ട് ഇപ്പം എന്തിനാണ് ഓളിവിടെ നിർത്തണമെന്ന് വിചാരിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ഓളിങ്ങനെ എപ്പോഴും അതിൻ്റെതായ രീതിയിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞത്. എടി, ഈ ഓളെ ഏട്ടത്തിയല്ലേ? എനിക്കൊരു തരി സ്നേഹം ഓളോടില്ലേ? ഉമ്മ എന്തീ പറയണത്? സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ പറയണത്. ഓളങ്ങോട്ട് പോകല് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തരുള്ളൂ, അല്ലാതെ ഇങ്ങളെ അടുത്തുനിന്ന് ഇപ്പോൾ കിട്ടുമോ? എന്നാൽ അത് ഉമ്മക്ക് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. അതെ, ഉപ്പ വേണ്ട രീതിയിൽ കൊടുക്കണേ എല്ലാം ഓൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് കൊടുക്കണേ. പക്ഷെ എന്നാലും കൊടുക്കണില്ല എന്നൊക്കെ പറയൂ. അതെ, എന്ത് കൊടുത്താലും ഓലത് ഓരോന്ന് കാട്ടിക്കൂട്ടും. പിന്നെ ഇപ്പോൾ എന്തെന്ന് കരുതിയിട്ടാ? മര്യാദക്കൊരു ജോലിക്ക് നിൽക്കൂലോന്, അപ്പോൾ തന്നെ തിരിച്ച് ഓൻ പോരും. അങ്ങനെയൊക്കെയാണ്. എന്നിട്ടും കുറ്റാണ് അവർക്ക്, കുറ്റങ്ങൾ മാത്രം. എൻ്റെ റബ്ബേ, പൊന്നാരൻ്റെ ലബീബ, എന്നോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഈ ദയവായി ഇതിൻ്റെ പേരിൽ ഹാദിയാനെ ഈ പറഞ്ഞേക്കണ പേരിൽ വിളിക്കേണ്ട ഉമ്മ. എന്തെങ്ങൾക്ക് നാളെ ജസീർ വരും അങ്ങോട്ട്. ഒരു നിമിഷം ഉമ്മ ഞെട്ടി. എന്തിനെ? ഓളെ കൊണ്ടുപോകാനോ? ഓളഞ്ഞ് വിടണില്ല, ഓൾ ഇവിടെ നിൽക്കട്ടെ ഇനി. എന്താ അമ്മ നിങ്ങളെ കഥ? ഓ നാളെ വരും എന്ന് പറഞ്ഞേക്കണേ. എന്തിനെ? നാളെ ഓളെ കോളേജിലേക്ക് പറഞ്ഞേക്കാണ്. ഇനിയിപ്പോൾ ഓൾ ഇവിടെ നിർത്തണമൊന്നുമില്ല. എന്നാ പിന്നെ ജസീർ അങ്ങോട്ട് എത്തിക്കോളും. ഇത് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കലല്ലേ ബീബ. ഓനെ ഒഴിവാക്കണം, കഴിയൂല. എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ നിങ്ങളറിഞ്ഞത്? അതൊക്കെ ഇവിടെ അറിഞ്ഞേക്കണ്. ഒരിക്കൽ പോലും സഫീർ വന്ന വിവരം ഉമ്മ പറഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ ഓനതൊരു കേട് വേണ്ട എന്ന് കരുതിയിട്ട്. എന്തൊക്കെ തന്നെയും നാളെ കോളേജിലേക്ക് ഹാദ്യ പോവുകയാണ്. അവൾക്ക് വേണ്ടിയിട്ട് പുതിയ ബുക്കും എല്ലാം ഉപ്പ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ അന്ന് ഉപ്പയുടെ ഫോണിലേക്ക് ഹബീബ് ഉസ്താദ് വിളിച്ച് ചോദിച്ചു, അല്ലുപ്പ, എങ്ങനെയുണ്ട് ഹാദ്യക്ക്? മോനെ, അൽഹംദുലില്ലാ. അത് ഉസ്താദേ, ഇന്നെന്തായാലും ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് ഓള് റെഡി ആയിക്കണ്. ഇപ്പോൾ വല്ലാതെ കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. അത് കേട്ടാൽ മതി ഉപ്പ, അത് കേട്ടാൽ മതി. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഹബീബ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് അതാ ആഷി വിളിക്കുന്നു. അളിയ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാ ആഷി? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. പക്ഷേ എൻ്റെ മനസ്സിപ്പോൾ നാട്ടിലുണ്ട് ഉസ്താദേ. അതെന്തേ? നാട്ടിലേക്ക് വരണം എന്നൊരാഗ്രഹമുണ്ട്. ഒരു മാസത്തിനെങ്കിലും. ഇപ്പോൾ ഇവിടെ വെക്കേഷനായി തുടങ്ങുകയാണേ. അപ്പോൾ പിന്നെ അങ്ങനെ അല്ലേ? ഏതായാലും മാഷാ അല്ലാ. അതല്ല, ഇപ്പോൾ ഒരു മാസത്തിനാണോ? അതെ. അതിപ്പോൾ എന്നായിരിക്കും? അത് ഇൻഷാ അല്ലാ ഈ ഒരു മന്ത് കഴിഞ്ഞിട്ടായിരിക്കും. ഇൻഷാ അല്ലാ അതിനനുസരിച്ചായിരിക്കും ലീവ് തരിക. അപ്പോൾ ദൂരക്കാരായ കുട്ടികളൊക്കെ എന്തായാലും പോകും. വേണ്ടവർക്ക് പോയാൽ മതി, ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കാം. എടാ ആഷി ഒന്ന് വാട്ടോ, ഒരു മാസത്തെങ്കിൽ ഒരു മാസത്തിന്. എന്തളിയാ? അല്ലേ, ഒന്ന് വാന്ന് പറയാ. ഉമ്മ എന്തൊക്കെ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. എന്നാൽ പെട്ടെന്ന് തന്നെ ആഷി ഉസ്താദ് പറയുന്നു, അളിയാ, കാര്യമൊക്കെ ശരി തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ആ ഒരു വിവാഹത്തിന്. അത് നമ്മുടെ ഫാമിലിയിൽ അതെനിക്ക് താല്പര്യമില്ല അളിയ, സത്യമായിട്ടും. അതെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ആകപ്പാടെ കുടുംബം കൊളാവും എൻ്റെ അളിയ. ആഷി, അതൊന്നുമല്ല, നീ ഒന്ന് വാ എന്നാലും. നോക്കട്ടെ, ഇൻഷാ അല്ലാ. അല്ല, നമ്മുടെ ഹാദിയുടെ വർത്താനം എന്താ? അറിഞ്ഞോ? നിങ്ങൾ പോയിട്ട് എന്തായി? ആഷി, അൽഹംദുലില്ലാ, അവൾ നാളെ ക്ലാസ്സിന് വരും. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരു നിമിഷം ആഷി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് യാതൊരു കുഴപ്പം പറ്റാതിരിക്കാനും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും. അല്ലാ, അളിയ, എന്തായാലും ആയിക്കോട്ടെ. എന്നാൽ ശരി. എന്നാൽ പിന്നീട് സംസാരിക്കാൻ
ആഷി ഉസ്താദിന് കഴിഞ്ഞില്ല. അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു സന്തോഷം കൊണ്ട്. അല്ലാ ഹാദി, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം മോളെ, നിനക്കൊന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കൂല. ഈ ഉസ്താദിൻ്റെ ദുആ നിനക്കെപ്പോഴും ഉണ്ട്. ആ രാത്രി ആഷി ഉസ്താദിന് ഉറക്കം വന്നില്ല. അതെ, തലേ ദിവസം ഒരുപാട് സങ്കടപ്പെട്ട് ദുആ ചെയ്തതായിരുന്നു. പടച്ച റബ്ബിനോട് കേണപേക്ഷിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നല്ല. നാട്ടിലേക്ക് ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ ഹാദി, ഉസ്താദിൻ്റെ പൊന്നുമോളെ പടച്ചോൻ കാത്തുരക്ഷിക്കും കേട്ടോ. ഇൻഷാ അല്ലാ. ആ രാത്രിയിൽ സമാധാനത്തോടു കൂടെ അതാ നമ്മുടെ ആഷി ഉസ്താദ് ഉറങ്ങാൻ കിടന്നു. അതെ, തലേ ദിവസം നല്ല ടെൻഷനായിരുന്നു, അതുകൊണ്ട് ഉറക്കം വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് സമാധാനത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എന്നാലും അവൾ പെട്ടെന്ന് റെഡിയായല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ആഷി ഉസ്താദ് ഒരുപാട് സന്തോഷിച്ചു. അതെ, അദ്ദേഹം നാട്ടിലേക്ക് വരുവാൻ വേണ്ടി കൊതിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.